അനി അമ്മച്ചി വീണടാ. അമ്മ എന്തിനു പറ്റി അമ്മ? എടാ വെള്ളം ഇറ. എടാ നോക്കിയോണ്ടിക്കകത്തി വെള്ളം ഇറ. എടുത്തു മാറ്റാ. ഇതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണം. മുരളിയണ്ണ അമ്മച്ചി അവിടെ വീണണ്ണ. ഓടി വാണ മുരളിയണ്ണ. അണ്ണ ചെറിയ അവിടെ നാക്കിതാണ്. ചെറിയ അവിടെ ഇത് ഞായറാഴ്ച ചിക്കനൊക്കെ വെച്ച് തകർക്കാന്ന് തന്നെ. മാമി തളർന്നു വന്നു കേട്ടാ. നമ്മളിപ്പോ ആശുപത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഏതാ ആശുപത്രിയില്? ഏജയില് കേട്ടാ. ഇപ്പൊ എങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം? വേണ്ട, നീ സുമയ മക്കളെ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോ. അവിടെ വാവച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ. ഓ ഹലോ അണ്ണാ. എന്തരണ്ണ? മാമി തളർന്നു വേണമെന്ന്. സീരിയസ് എന്നാണ് തോന്നണ കേട്ടാ. മാമി എന്ന് പറയുമ്പോ വൈഫിന്റെ അമ്മേ. ഓ അപ്പൊ ഇപ്പൊ വിളിച്ച മുരളി അണ്ണനാ? ഓ അവർക്ക് മുമ്പ് ഒരിക്കൽ ഇതെനിക്ക് എന്തിനാ വന്നില്ലേ? ഇതിപ്പോ മൂന്നാമത്തെ അറ്റാക്ക്. എൻ്റെ അടുത്ത് ആശുപത്രി ചെല്ലണ്ട, വീട്ടിലോട്ട് പോവാൻ. തന്നല്ലേ? ഇതിപ്പോ ചിക്കനൊക്കെ വേസ്റ്റ് ആവല്ലേ അണ്ണ? പെണ്ണുങ്ങൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുവാടാ. അതെന്ത് പെണ്ണുങ്ങൾക്ക് എന്ത് ഹാർട്ട് ഇല്ലേ? ബോഡി എപ്പോ കൊണ്ടുവരും? അതെനിക്കെങ്ങനെ അറിയാം? എന്തായാലും ചിക്കൻ ഗ്രില്ല് ചെയ്യണം, സാധനം എടുക്കണം. കാശുണ്ടാ? കാശ് ഒപ്പിക്കാം. അണ്ണാ നിങ്ങൾ മരിപ്പറിയ ആര്? ആടെ നമ്മളെ സാവിത്രി വെച്ച് മരിച്ചുപോയി. ഏത് കടയിൽ മുരളേണ്ട അമ്മായിയമ്മേ തന്നെ? ഓ എപ്പം? ആണ്ടെ ഇപ്പം. നിങ്ങൾ പെട്ടെന്ന് ഈ ട്യൂബൊക്കെ പറയി കൊണ്ടുവച്ച് കെട്ട്, അല്ലെങ്കിൽ ഇതും ആ പപ്പൂട്ടി കൊണ്ടുപോകും. പപ്പൂട്ടി എന്തിനു കൊണ്ടുപോണ? അവനൊക്കെ തോട്ടന്റെ അക്കരെ വരെയുള്ള മരിപ്പേ ഉള്ളൂ. ഇക്കരത്തെ മരിപ്പൊക്കെ എനിക്ക് തന്നെ. ആ കൊണ്ടുവച്ച് കെട്ടാൻ തന്നെ അറിയാം. നീ വണ്ടി ഇറേ. ഞാൻ എന്തിനാ വാടാ പോടാ. ഇപ്പഴേ വേണം തരണ. വൈകിട്ട് കൊണ്ട് ചെടിയാ പോരെ? പറയാൻ പറ്റൂല. ആ പപ്പൂട്ടി കൊണ്ട് കെട്ടിക്കളഞ്ഞാല് ഒന്നാമത് അവരെ ബന്ധുവാണ് അവൻ. ഓ നമ്മളിവിടെ എത്തിച്ച രാജേന്ദ്ര. എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും. രാജേന്ദ്ര വീട്ടിലെത്തിയാ? ഞങ്ങളിവിടെ എത്തിയണ്ണ. ഞാനും സുമൊക്കെ എത്തി. ഓ പിന്നെ വാവച്ചി വീട്ടിലുണ്ടല്ലോ. പിന്നെ അവളവിടെ പോവാൻ. ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യണേ റിസപ്ഷനിൽ. ആ പേഷ്യന്റ് മൊത്തം നനഞ്ഞിരിക്കണേ. എന്നിട്ട് അതാണ്ട് അമ്മച്ചി ദേഹം തളർന്ന് വീണപ്പോഴേ യവായി വെള്ളം കോരി കുടഞ്ഞത്. ഇങ്ങനെയും കുടയോ? ഞാൻ വിചാരിച്ച അവർ അറ്റാക്ക് വന്ന് കിണറ്റിലാ കണ്ട വീണെന്ന്. ജസ്റ്റ് എന്താടേ? അല്ല മരിച്ചെന്നറിഞ്ഞ പിന്നെ ട്യൂബൊക്കെ വെച്ചിട്ടാനായിട്ട്. നാടവനെ ആരാടാ മരിച്ചെന്ന് പറഞ്ഞ? പഞ്ചഭാവി മരിച്ചില്ലേ? ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അണ്ണ ഇപ്പം വിളിച്ചാൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചെന്നാ. പോകണ്ണ പോകണ്ണ അങ്ങോട്ട്. ഇനി ഇന്ന് അടി കിട്ടും. ഇല്ല അവൻ കോളെടുക്കട്ട്. ആ മുരളിയണ്ണ എപ്പോ? മരിച്ചടാ, മരിച്ചു. ദാണ്ടേ ഇവിടുത്തെ അമ്മച്ചി മരിച്ചുപോയി. ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നു. അയ്യോ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ ആ അമ്മച്ചി കണ്ടാണല്ലോ. ആ ഇപ്പൊ മരിച്ച്. നിങ്ങളെ ഇതെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് വായിര്. ചേട്ടാ നമ്മള് വേറെ എവിടെ കൊണ്ടുപോകാൻ ചേട്ടാ? ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ചേട്ടാ. ഇതുവരെ ഇതൊന്നും സെറ്റ് ആയില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ പറയാൻ പറഞ്ഞു. മക്കളെ എന്നാ പിന്നെ എത്തിപ്പോരും നിർത്തടാ. പിന്നെ വൈകിട്ടത്തെ പ്രോഗ്രാമിന് നിങ്ങൾ പോയിരുന്നു വായിക്കോ? അണ്ണാ ഇപ്പൊ ആശുപത്രിയിലെന്നല്ലേ പറഞ്ഞേ? ബോഡി കൊണ്ടുവരുമ്പോൾ നമ്മൾ നിർത്തിക്കോളാം. പോരെ? റെഡി 1 2 3 4. തോന്നയ്ക്കൽ ഐക്കുട്ടിക്കോണം അസംബ്ലി മുക്കിൽ മടത്തുവിളാകത്ത് വീട്ടിൽ സാവിത്രിയമ്മ 76 വയസ്സ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഹൃദയാഘാതത്തിന്റെ ഘാ നീ അന്നത്തെ പോലെ സഖാവിന്റെ ഘാ വയ്ക്കരുത്. സംഗീതകായാണേ. ഇതെന്തൊരു പറ്റിയേ? മരിച്ചു പോയത് മാമാ. എങ്ങനെ മരിച്ചെന്നാണ് ചോദിച്ചേ?
അറ്റാക്കായിരുന്നു. നല്ല വെള്ളമടിയായിരുന്നല്ലേ? ആര്? സാവിത്രി അമ്മച്ചിയ? അവരാണോ മരിച്ചത്? ഞാൻ വിചാരിച്ച മുരളിയാ മരിച്ചത്. ആ കൊഞ്ഞ ആ സ്ഥലത്തോടെ മാറിപ്പോയി ഇരിക്കും. കണ്ടും പുല്ലും കണ്ടുകൂടാതെ. ഹലോ അച്ഛാ. ആ മക്കൾ അറിഞ്ഞായിരുന്നാ? ഓ അച്ഛാ, രാജേന്ദ്ര ചിറ്റപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വരാൻ പറ്റുമോ? അച്ഛാ, എൻ്റെ ജോബ് വിസ അടിച്ച് കിട്ടിയിട്ടില്ല. അത് പ്രോസസ്സിങ്ങിലാണ്. ആ അപ്പോൾ അത് കിട്ടാനായിട്ട് 2-3 ദിവസം കൂടെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. ഓ അമ്മ എങ്ങനെ ഇരിക്കണം അച്ഛാ? ആ അമ്മ ഞങ്ങൾ ആശുപത്രി നിൽക്കണേ മക്കളെ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ. എടീ, ഫോൺ അടിക്കുന്നു. എന്റെ ഫോൺ അടിക്കുന്നു. അഞ്ജലിയുടെ വീട്ടീന്നാ? എടുക്ക്. ഹലോ, തോന്നക്കലിന്നാണേ. അഞ്ജലിയുടെ അമ്മമ്മ മരിച്ചുപോയി. ആരെ? മാമി മരിച്ചത്. അവിടെ ആരാണ്ടോ മരിച്ചെന്ന്. ആര് മരിച്ചെന്ന്? ആരാണ്? മുരളി, അഞ്ജലിയുടെ അച്ഛൻ. അഞ്ജലിയുടെ അച്ഛൻ മരിച്ചെന്ന്. മുരളിയോ? അയ്യോ, എന്തു പറ്റി? ആ ഫോണിങ് വന്നേ. എങ്ങനെയാ മരിച്ചത്? അറ്റാക്കായിരുന്നു. ഇതാരാ സംസാരിക്കുന്നത്? മുരളിയാണ്. അന്നേരം മരിച്ചെന്ന് പറഞ്ഞത് ആരാ? മാമിയെ, അഞ്ജലിയുടെ അമ്മമ്മ. മുരളിയല്ല, അഞ്ജലിയുടെ അമ്മൂമ്മ മരിച്ചത്. അണ്ണാ 2 ചായ. എൻ്റെ കാശുണ്ടാടാ. എൻ്റെ കാശുണ്ടല്ലോ. പിന്നെ ആ നേഴ്സുണ്ടല്ലോ, അവരമ്മച്ചി എന്താ നനഞ്ഞിരിക്കുന്നു ചോദിച്ചപ്പം ഞാൻ ഒന്ന് പേടിച്ചു കേട്ടാ. നീ ആ വാട്ടർ സ്പ്രേ എടുത്ത് അടിച്ചുകൊണ്ടാണ് അവർക്ക് അറ്റാക്ക് വന്നെങ്കിലാ. നീ തന്നിട്ടേ പറയണം. അവർ താർന്ന് തറവിന് ശേഷമല്ലേ നമ്മളെ എടുത്ത് ചടിച്ചത്? നമ്മളല്ല, നീയാണ് അതെടുത്ത് വെച്ച് അടിച്ച. അവർ ചിലപ്പോൾ കാര്യത്തിൻ്റെ വീണതായിരിക്കും. നീ അതെടുത്ത് വെച്ച് അടിച്ചുകൊണ്ടായിരിക്കും അറ്റാക്ക് വന്നത്. പറയാൻ പറ്റൂല. എന്നാലും ആ അമ്മച്ചിയുടെ ഒരു വിധി. നിന്റെ കൈ കൊണ്ടൊക്കെ ചാവണമെന്ന് പറഞ്ഞ സന്ദേഹം. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ മാത്രമല്ലേ കണ്ടോളൂ. എൻ്റെ കാശ് വല്ലതും ഉണ്ടോ? ഒന്നുകൂടി പോകാൻ വെച്ച 2 പൊറോട്ട ഒരു ബീഫും. രാജേന്ദ്രനാണ് മറ്റേ ആറ്റിങ്ങ താമസിക്കേണ്ട ബന്ധുക്കളില്ലേ നളിനി ഇലിയിലേക്ക്, അവരൊക്കെ നമ്പർ തിങ്ങെടുത്താണ്. ഞാൻ നാട്ടെ മരിപ്പൊന്ന് വിളിച്ചു പറയട്ടെ. അതൊക്കെ മുരളിയാണ് വിളിച്ച് പറഞ്ഞാണോടാ? എന്നാ ഞാൻ കൂടെ വിളിച്ച് പറയട്ടെണ്ണ, അവരൊക്കെ അറിയട്ടെ ഞാനാണ് ഇവിടെ ഇടിച്ചിരിക്കണേന്ന്. അവരൊക്കെ വോട്ടിപ്പോഴും നമ്മളെ വാർഡിലാണ്. എൻ്റെ അവർ നമ്പർ ഒന്നുമില്ലടാ. അണ്ണാ, നിങ്ങൾ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് നോക്കണ്ണ, നമ്പർ കാണും. ഞാൻ ഗ്രൂപ്പിലും കുഴപ്പമൊന്നുമില്ലടാ. എടാ കുമാരേ, ഓ, കാറിലാണ് ആശുപത്രി കൊണ്ടുപോയത്. അവളെ കാറിലാണോ കൊണ്ടുപോയത്? ഉള്ള കാറിലാണ് അറ്റാക്ക് വന്ന് അവളെ ആശുപത്രി കൊണ്ടുപോണത്. ഉമ്മയാണ് അവള് മരിച്ചത്. അതിപ്പോ എന്റെ അടുത്ത് വെച്ചാൽ എങ്ങനെ? ആംബുലൻസ് വിളിച്ച് വിട്ടിരുന്നെങ്കിൽ അവള് രക്ഷപ്പെട്ടു പോയത്. അവള് മരിച്ചു പോകാൻ വല്ലതും ആയാ? പരമ കഷ്ടം തന്നെ അവളെ കാര്യം. നിങ്ങളടുത്ത് മിണ്ടൂല അങ്ങേരി? നമ്മളെയൊന്നും അംഗീകരിച്ചിട്ടില്ലല്ലോ. കറാൻകുട്ടി കിളവൻ തന്നെയല്ലേ ഇത്? അമ്മ ആശുപത്രി പോണില്ലേന്ന്? ഓ, താ പോണം മുറകളെ. ഓ, അണ്ണൻ ചെല്ലണ്ണ, ഇവിടെ ഞാൻ ഉണ്ടല്ലേ. പിന്നെ ബോഡി എപ്പോൾ എടുക്കാന്ന്? ദൂരം ഒന്നും ആരും വരാനില്ലല്ലേ? മുരളിയണ്ട മോന് വരാൻ പറ്റുള്ളതാണ് വിളിച്ചു പറഞ്ഞത്. എന്നാ പിന്നെ നമുക്ക് 2 മണിക്ക് എടുത്തൂടെ? അത് എടുക്കണ കാര്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കരയോക്കാർ വരട്ടാദ്യം. അതെന്ത് കരയൊന്നും തീരുമാനിച്ചാലേ പറ്റുള്ള? വാർഡ് മെമ്പർ തീരുമാനിച്ചാൽ തൊക്കൂലേ? ബോഡി ഇപ്പം എങ്ങെത്തും? സകല ബന്ധുക്കളും അപ്പുറം കിടക്കണവർ. പിന്നെ വെച്ച് താമസിപ്പിക്കണതിന് രാജേന്ദ്രനാ, നമുക്ക് 2 മണിക്ക് തന്നെ എടുക്കാം. കരയൊന്നും ചോദിക്കണമെങ്കിൽ വാർഡ് മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടാ.